ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഗി വെച്ച് ചെയ്യാൻ പറ്റിയ 3 തരം അതും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വെയിറ്റ് ലോസ് സ്മൂത്തി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതുപോലെ വളരെ ടേസ്റ്റ് ആയിട്ടും അതുപോലെ വയറും നമുക്ക് വല്ല ഫില്ലിംഗ് ആയിട്ട് തരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തി റെസിപ്പിയാണ് കേട്ടോ. ഇത് കണ്ടിന്യൂസ് കുറച്ച് നാൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ വെയിറ്റിലൊക്കെ നല്ല ചേഞ്ചസ് വരും. കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് വെയിറ്റ് ലോസിനെ സഹായിക്കുന്ന ഐറ്റമാണ്. റാഗി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഐറ്റം അല്ലേ. ഇത് നല്ല പോലെ ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വയർ ഫില്ലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് നമ്മുടെ കുറയും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ന് നമ്മൾ പറയുന്നത്. കാരണം പപ്പായ ഇതുപോലെ നമുക്ക് സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഒരു ഫുഡ് തന്നെ നമുക്ക് ഡെയിലി കഴിച്ചാൽ മടുക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ 3 ഡിഫറെൻറ്റ് ടേസ്റ്റിൽ തന്നെ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റത്തിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടും. റാഗിയുടെ ഗുണങ്ങൾ കൂടാതെ കൂടുതൽ പറഞ്ഞ് നമ്മൾ സമയം നീട്ടണില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് റാഗി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 സ്പൂൺ റാഗി എടുത്തിട്ട് അത് കുറച്ച് വെള്ളം കലക്കി നല്ല പോലെ ഒന്ന് കട്ടയൊക്കെ മാറ്റി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കും. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഉടച്ചെടുക്കും. അതിനുശേഷം നമ്മളൊരു സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിത് വെക്കാം. ഇത് വെച്ചതിന് ശേഷം നല്ല പോലെ സ്റ്റൗ കുറച്ച് വെക്കണേ. നല്ലപോലെ സിമ്മിലാക്കിയിട്ട് ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ റാഗി ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കൊരു 10 സെക്കൻഡ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നല്ല പോലെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. കണ്ടോ, നമ്മുടെ റാഗി ഇപ്പം നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് സ്മൂത്തി റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ക്യാരറ്റ് സ്മൂത്തി ആട്ടോ. ഈ കളർ വെക്കാനൊക്കെ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കില്ലേ, ആ ഒരു എഫക്റ്റ് ആട്ടോ നമ്മൾ ഇത് കഴിക്കുമ്പോൾ കിട്ടണേ. അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ക്യാരറ്റ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഒരു 5 ഡേറ്റ്സ് ആണ് ഇടണേ. പിന്നെ അതുപോലെ നമ്മൾ നട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്ന നട്ട്സ് ഒന്നുമില്ല, നമ്മൾ വാൾനട്ട് ഒന്ന് ചേർക്കുന്നുണ്ട്, പിന്നെ ബദാം ചേർക്കുന്നുണ്ട്, പിന്നെ കാഷ്യൂ ചേർക്കുന്നുണ്ട്, പിന്നെ സീഡ്സുകളും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ കൂടെ നമ്മൾ 1 കപ്പ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. മിൽക്ക് എപ്പോഴും നമ്മൾ ചേർക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്ക് ചേർക്കണേ, അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഫാറ്റ് ലോസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി കേട്ടോ. നമുക്ക് നമ്മുടെ അടിപൊളി നമ്മുടെ സ്മൂത്തി ഇപ്പം റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് റെഡി ആക്കി എടുത്തിരിക്കണേ. ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചിയാ സീഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, നമ്മുടെ അടിപൊളി സ്മൂത്തി ഇപ്പം റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ലൊരു സ്മൂത്തി ആട്ടോ. ഈ ക്യാരറ്റിൽ നല്ലപോലെ വൈറ്റമിൻ എ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാട്ടോ ഇത്. പിന്നെ ഇത് ലോ കാലറി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ഗ്ലോ ചെയ്യാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ആക്നെയൊക്കെ വരുന്ന മാർക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തടയാനൊക്കെ ആയിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ലതാട്ടോ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കിയാലോ. അത് നമ്മൾ സെയിം ഇൻഗ്രീഡിയൻ്റ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ക്യാരറ്റിന് പകരം നമ്മൾ ചേർക്കുന്നത് ബീട്രൂട്ടാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല, ബാക്കിയെല്ലാം നമ്മൾ സെയിം തന്നെ എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്മോൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ. പിന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാട്ടോ ചേർക്കണേ. നമ്മൾ ക്യാരറ്റിന് പകരം ബീട്രൂട്ട് ചേർക്കണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരേപോലെയാണ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്മൂത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തന്നെയാട്ടോ. ഇതും ഭയങ്കര ടേസ്റ്റാണ്. ബീട്രൂട്ട് ഇതുപോലെ ഒരുപാട് ഗുണമുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇതുപോലെ മാറി മാറി കഴിച്ചാൽ മതി. ബീട്രൂട്ട് നമ്മൾ കാലറി കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്നതാണ്. നമ്മൾ ബ്ലഡൊക്കെ കുറവാകുമ്പോൾ നമ്മൾ ബീട്രൂട്ട് ഡെയിലി കഴിക്കാൻ പറയുമല്ലേ, അതുപോലെ ഇതൊക്കെ സ്മൂത്തി അടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ബ്ലഡ് ഉണ്ടാവും. ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പപ്പായ കേട്ടോ. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ലോ കാലറി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ റാഗിയുടെ കൂടെ ഇതും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റിന് പകരം അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് അടിപൊളി സ്മൂത്തി റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ പപ്പായ സ്മൂത്തി ആട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് പപ്പായ. നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചിയാ സീഡ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ 3 സ്മൂത്തി ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് റാഗി വെച്ചിട്ട്
റാഗി നമുക്ക് ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ 3 ഫ്ലേവറിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു മടുപ്പും ഉണ്ടാവില്ല, അതുപോലെ ഡെയിലി നമുക്ക് കഴിക്കാനും തോന്നും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണേ. ഇതുപോലെ ഞാനൊരു റാഗി സ്മൂത്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ ബെല്ലൈക്കണിലൊന്ന് അമർത്തിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക്